حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളുടെ ഐക്യവും ചേർച്ചയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. മുസ്ലിമീങ്ങളായ നമ്മളെല്ലാം ഈ സമുദായം വളരെ ഐക്യത്തിലും സൗഹാർദ്ദത്തിലും ഒരുമയിലും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാ കക്ഷികളിലും പെട്ട ആളുകൾക്ക് അത്തരമൊരാഗ്രഹമുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളിലും പാർട്ടികളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ സമുദായത്തിലെ അംഗങ്ങളെന്ന നിലക്ക് നമുക്കിടയിൽ പരസ്പരം ഭിന്നതയില്ലാതെ, അഭിപ്രായ അനൈക്യമില്ലാതെ വളരെ സൗഹാർദ്ദത്തിലും ഒരുമയിലും സുരുമയിലുമൊക്കെ മുന്നോട്ട് പോകണമെന്നത് മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരാഗ്രഹമാണ്. അത് സുന്നിക്കുമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരനുമുണ്ട്, മുജാഹിദ് വിഭാഗങ്ങൾക്കുണ്ട്, മറ്റേതൊക്കെ വിഭാഗങ്ങളുണ്ടോ അവരുടെ എല്ലാം മനസ്സിൽ ഈ ആഗ്രഹമുണ്ട്.
കക്ഷിത്വങ്ങളില്ലാതെ, പാർട്ടികളില്ലാതെ എല്ലാവരും ഒന്നായി ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല അത് തന്നെയാണ് ഇഷ്ടപ്പെടുന്ന കാര്യവും. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാം പടച്ചവൻ്റെ ഹബിലിൽ, അവൻ്റെ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. ഹബിൽ എന്നതുകൊണ്ട് വ്യത്യസ്ത തഫ്സീറുകൾ അതിന് നൽകപ്പെട്ടിട്ടുണ്ട്, വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ബി അഹദില്ല, പടച്ചവനോടുള്ള കരാർ എന്ന് വന്നിട്ടുണ്ട്. അൽ ഖുർആൻ എന്ന് വന്നിട്ടുണ്ട്. പടച്ചവനുമായിട്ടുള്ള കരാറിൽ മുറുകെ പിടിക്കുക, അഹദിൽ പിടിക്കുക, അല്ലെങ്കിൽ ഖുർആനെ മുറുകെ പിടിക്കുക. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഹബിലിൽ, കയറിൽ എല്ലാവരും ഒന്നിച്ചു പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ ശത്രുതരായിരുന്ന സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ പരസ്പരം ശത്രുതയിലായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു ഇണക്കി തന്നു. മുസ്ലിമുകളോട് പറയാണ്, നിങ്ങൾ പരസ്പരം ശത്രുതയിലായിരുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമുണ്ട്. എന്താണെന്നറിയുമോ? പരസ്പരം ഹൃദയത്തെ ഇണക്കി തന്നു. അതൊരു അനുഗ്രഹമാണ്. ഐക്യം ഒരു അനുഗ്രഹമാണ്. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനൻ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ സഹോദരന്മാരായിട്ട് മാറി. പിണക്കങ്ങളില്ലാത്ത, ചേർന്ന് നിൽക്കാൻ കഴിയുന്ന സഹോദരന്മാരായി. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ, നിങ്ങൾ ഒരു കുണ്ടിന്റെ വക്കീലായിരുന്നു, ഒരു കുഴിയുടെ വക്കീലായിരുന്നു. മിനന്നാർ, നരകത്തിൽ നിന്നുള്ള, തീയിൽ നിന്നുള്ള ഒരു കുണ്ടിന്റെ വക്കീലായിരുന്നു. ഫഅൻഖദകും മിൻഹാ, എന്നിട്ട് അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഭിന്നിച്ച് ശത്രുക്കളായി പരസ്പരം പോരാടി, പരസ്പരം വിദ്വേഷം പ്രചരിപ്പിച്ച്, പരസ്പരം അനൈക്യം പ്രചരിപ്പിച്ച് നരകത്തിന്റെ കുണ്ടിന്റെ വക്കിൽ വന്ന് നിൽക്കുകയായിരുന്ന ഭിന്നിച്ച നിങ്ങളെ നാം ഒരുമിപ്പിച്ചു, ഹൃദയങ്ങൾ ചേർത്തു. നിങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഐക്യം നിറച്ചു. റബ്ബ് പറയുന്നൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾ ആലോചിക്കണം എന്ന് സ്വഹാബത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. അത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ പടച്ചവന്റെ കയറിൽ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയാം. അപ്പൊ മുസ്ലിങ്ങൾ ഒരു സമുദായം എന്ന നിലയ്ക്ക് ഭിന്നിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ അവർ ഒരുമിച്ച് ഐക്യത്തോടു കൂടി നിൽക്കണം എന്നത് റബ്ബ് വളരെ ആഗ്രഹത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, യുദ്ധത്തിന്റെ സമയത്ത് ഇറങ്ങിയ ആയത്തുകളിൽ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന സൂറത്ത് സഫിൽ കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി, നിശ്ചയമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത് അല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരുടെ കാര്യത്തിൽ റബ്ബ് ഇഷ്ടപ്പെടുന്നത് സൊഫൻ, അവർ സൊഫാവലാണ്, അവരുടെ ചേർന്ന് നിൽക്കലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. എങ്ങനെ? കഅന്നഹും ബുൻയാനും മർസൂസ്, ആയിരക്കണക്കിന് കല്ലുകൾ ഇങ്ങനെ അടക്കി വെച്ച് ചേർത്ത് വെച്ച് പടവുകൾ പണിതതുപോലെ, മതിലുകൾ കെട്ടിയതുപോലെ ഐക്യത്തോടു കൂടി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ചേർന്ന് നിൽക്കണം. അതാണ് ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഐക്യം എന്നുള്ളത്, വിശ്വാസികൾക്കിടയിലുള്ള പരസ്പരമുള്ള യോജിപ്പ്, രഞ്ജിപ്പ് എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഈ സമുദായത്തിന്റെ മനോഹരതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നു, എല്ലാവരും ഇത് വേണം എന്ന് ചിന്തിക്കുന്നു. ഇതില്ലാത്തതിന്റെ ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിം സൊസൈറ്റി ഐക്യത്തിലല്ലാത്തതിന്റെ സകല ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണമല്ലോ. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യമല്ലാതാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, മുസ്ലിം സമൂഹം എത്രയൊക്കെ ഐക്യത്തിന് ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും, എത്രയെല്ലാം ചേർന്ന് നിൽക്കാൻ കടപ്പെട്ടിട്ടുണ്ടെങ്കിലും, മതപരമായി അനുശാസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും,
അവർ ഭിന്നിക്കുക തന്നെ ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ഭിന്നിക്കുക തന്നെ ചെയ്യും. ഓരോ വർഷങ്ങൾ, കാലങ്ങൾ കഴിഞ്ഞു പോകും തോറും അവർ കക്ഷികളായി പിരിഞ്ഞ് പിളർന്ന് അവർ പിന്നെ ഓരോ ഫിർഖകളായിട്ട് മാറി നിൽക്കും, കക്ഷികളായിട്ട് മാറി നിൽക്കും എന്നത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ ബിമസ്ജിദി ബനി മുആബിയ, ബനു മുആബിയക്കാരുടെ പള്ളിയുടെ അടിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോയപ്പോ ദഖല, അദ്ദേഹം അതിൽ പ്രവേശിച്ചു, ഫറകഅ ഫീഹി റകഅതൈനി, അദ്ദേഹം അവിടെ പ്രവേശിച്ചിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു. വസല്ലൈനാ മഅഹു, ഞങ്ങളെല്ലാം നബിയോടൊപ്പം 2 റക്അത്ത് നമസ്കരിച്ചു. വദഅ റബ്ബഹു തവീലൻ, നബി ദീർഘമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് പ്രാർത്ഥിച്ചു. സുമ്മ ഇൻസറഫ, എന്നിട്ട് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ദീർഘമായിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. 2 റക്അത്ത് ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു, സഹാബത്ത് പിറകെ നബിന്റെ ഒപ്പം നബിയെ ഇത്തിബാ ചെയ്തുകൊണ്ടിട്ട് നിസ്കരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് സഹാബികളുടെ നേരെ തിരിയുന്നു. എന്നിട്ട് സഹാബികളോട് ഫഖാൽ, അവിടെ നിന്ന് പറഞ്ഞു, സഅൽതു റബ്ബി സലാസൻ, 3 കാര്യങ്ങൾ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു. ഫഅഅതാനി ഇസ്നതൈൻ, 2 കാര്യങ്ങൾ എനിക്ക് ലഭിച്ചു. ആ ദീർഘമായിട്ട് പ്രാർത്ഥിച്ചല്ലോ, 3 കാര്യങ്ങൾ അല്ലാഹുവോട് ചോദിച്ചിരുന്നു. ആ 3 കാര്യങ്ങളിൽ 2 എനിക്ക് ലഭിച്ചു. വമനഅനി വാഹിദ, 1 എനിക്ക് തടയപ്പെട്ടു, 1 നൽകിയില്ല, മറ്റു 2 എനിക്ക് നൽകി. സഅൽതു റബ്ബി, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചത് എന്താണെന്നറിയോ? അല്ലാ യുഹ്ലിക ഉമ്മതി ബിസനത്തിൻ, എന്റെ ഉമ്മത്ത് മുസ്ലിം സമുദായം അത് ക്ഷാമം കൊണ്ട് നശിച്ചു പോകരുത് റബ്ബേ. ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട്, സമ്പത്തില്ലാത്തത് കൊണ്ട്, വറുതി കൊണ്ട് അവരെന്താ വരുത് റബ്ബേ, ഈ ഉമ്മത്ത് മൊത്തം നശിച്ചു പോകരുത്. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. റബ്ബ് അതെനിക്ക് നൽകി. അതെ, മുസ്ലിം ഉമ്മത്ത് പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും നശിച്ചു പോവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു, അല്ലാഹു നൽകി. വസഅൽതുഹു അൻ ലാ യുഹ്ലിക ഉമ്മതി ബിൽ ഗറഖ്, ഒരു പ്രളയത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ മുങ്ങി എന്റെ സമുദായം നശിച്ചു പോകരുത്. ഫിർഔനെ മുക്കിക്കൊന്നതുപോലെ, അയാളുടെ ജനതയെ മുക്കിക്കൊന്നതുപോലെ അല്ലാഹുവേ, എന്റെ ജനതയെ അങ്ങനെ ഒരു ശിക്ഷ നിമിത്തം അവർ മുങ്ങി മരിച്ച് നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അല്ലാഹു അതും എനിക്ക് നൽകി. ഇനി പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ഈ ഉമ്മത്ത് മൊത്തം ഇല്ലാതായി പോവില്ല, നമുക്ക് ഉറപ്പിക്കാം. അള്ളാന്റെ റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയാണ്. വസഅൽതുഹു, മൂന്നാമത് നബി ചോദിച്ചത് എന്താ? വസഅൽതുഹു അൻ ലാ യജ്അല ബഅസഹും ബൈനഹും, അല്ലാഹുവേ, അവർക്കിടയിലുള്ള പരസ്പരമുള്ള വൈരാഗ്യം നിമിത്തം, പരസ്പരമുള്ള വിദ്വേഷം നിമിത്തം, പരസ്പരമുള്ള അനൈക്യം നിമിത്തം, പരസ്പരമുള്ള യുദ്ധം നിമിത്തം അവർ നശിച്ചു പോകരുതേ. അത്തരമൊരവസ്ഥ അവർക്കുണ്ടാകരുതേ. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫമനഅനീഹാ, അള്ളാഹു അതെനിക്ക് തടഞ്ഞു. വേണ്ട മുഹമ്മദ്, അത് ചോദിക്കണ്ട. ബാക്കി 2 ചോദിച്ചപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു. അങ്ങനെ ഉണ്ടാവൂല എന്ന് പറഞ്ഞു. പല നിവേദനങ്ങളും ഈ ഹദീസിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ കാണാം. ചിലതിൽ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുവേ, ഒരു ഭരണാധികാരിയുടെ കൈകളാൽ എന്റെ ഉമ്മത്ത് മൊത്തം നശിച്ചു വരും. ലോകത്തൊരു ഭരണാധികാരിക്കും ഈ ഉമ്മത്തിനെ മുച്ചൂടും ഇല്ലാതാക്കാൻ സാധ്യല്ല. അങ്ങനെ നശിച്ചു പോവില്ല ഈ ഉമ്മത്ത്. പക്ഷെ അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, മൂന്നാമത്തെ പ്രാർത്ഥന, ഈ ഉമ്മത്ത് പരസ്പരം അനൈക്യത്തിലും വിദ്വേഷത്തിലും വിഭാഗീയതയിലും പരസ്പര യുദ്ധത്തിലും പോരാട്ടത്തിലും ഈ ഉമ്മത്ത് പെട്ടുപോകല്ലേ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെയൊക്കെ പറഞ്ഞു ഫമനഅനീഹാ, റസൂലുള്ളാഹി പറയും ഫമനഅനീഹാ, അതെനിക്ക് തടഞ്ഞു, തന്നില്ല.
ഇത് സംഭവിക്കും എന്നുള്ളത് അള്ളാഹുവും റസൂലും നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത് സംഭവിക്കൂല എന്ന് വിചാരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇത് സംഭവിക്കും. നോക്കൂ, ഇമാം അബൂദാവൂദ്, ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ, മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, ഖാൽ, അവിടുന്ന് പറഞ്ഞു, അലാ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ ഫീനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്നു. ഫഖാൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അലാ ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖു അലാ 72 മില്ല. നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള അഹ്ലുൽ കിതാബ് ഇഫ്തറഖു, അവർ ഭിന്നിച്ചുപോയി, കക്ഷികളായി, പാർട്ടികളായി, അലാ 72 മില്ല, അവർ 72 വിഭാഗങ്ങളായി, മില്ലത്തുകളായിട്ട് അവർ മാറി ചിന്ന ഭിന്നമായി പോയി. വഇന്ന ഹാദിഹിൽ മില്ല സതഫ്തരിഖു അലാ 73. ഈ ഉമ്മത്ത് മുഹമ്മദ്, നമ്മുടെ സമുദായം, അത് 73 കക്ഷികളായിട്ട് അവർ വേർപിരിഞ്ഞു പോവുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജൂതന്മാര് 72 ആയിട്ടുണ്ടോ? നസാറാക്കൾ ഭിന്നിച്ച് കക്ഷികളായി 72 വിഭാഗമായിട്ടുണ്ടോ? ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് ഈ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് പേർപിരിഞ്ഞ് കക്ഷികളായിട്ട് മാറിപ്പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത്ര ഉള്ളെങ്കിൽ ഒരു ദുഃഖം മാത്രമായിരുന്നു, അത്. വേറെ പ്രശ്നമൊന്നുമില്ല. മുസ്ലിം സമുദായത്തിന്റെ ഭിന്നത അതിങ്ങനെ പാർട്ടിയാകും എന്നത് നമ്മുടെ ഒരു നിരാശയാണ്, ദുഃഖമാണ്. പക്ഷെ റസൂലുള്ള അവിടെ നിർത്തിയിട്ടില്ല. അവിടുന്ന് വീണ്ടും സംസാരിച്ചു. സിൻതാനി വസബഉന ഫിന്നാർ. ഉമ്മത്ത് മുഹമ്മദിലെ 73 കക്ഷികളായിട്ട്, ഫിറക്കകളായിട്ട്, ഫിർഖ എന്നാണ് അവിടെ റസൂൽ ഉപയോഗിച്ചത്, കക്ഷി. 73 ഫിർഖകളായിട്ട് വേർപിരിയുന്ന കക്ഷികളിൽ സിൻതാനി വസബഊന ഫിന്നാർ, 72 കക്ഷികളും ഫിർഖകളും നരകത്തിലേക്കാണ്. 72 ഫിർഖകൾ നരകത്തിലേക്കാണ്. വവാഹിദത്തും ഫിൽ ജന്ന, ഒരു ഫിർഖ മാത്രം, ഒരു കക്ഷി മാത്രം സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. വഹിയൽ ജമാഅ, അതാണ് അൽ ജമാഅ. ഇത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ഈ ഭിന്നത നമ്മളെ സംബന്ധിച്ച് ഒരു സമുദായ പ്രശ്നം മാത്രമല്ല, പരലോക പ്രശ്നം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. കേവലം ഒരു സമുദായ പ്രശ്നമാകുമ്പോഴാണ് നമുക്ക് ഇതിനെ ഒരു ഭൗതിക തലത്തിലുള്ള ഓട്ടയടക്കൽ കൊണ്ട് നമുക്കിത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് പല ആളുകളും വിചാരിക്കുന്നത് മതപരമായ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായമുള്ള കാര്യങ്ങൾ നിരന്തരം സംസാരിക്കുന്നത് കൊണ്ടാണ് ഈ ഭിന്നത. അങ്ങനെ ചില ആൾക്കാർ വിചാരിച്ചു പോയി. ഈ ഭിന്നത അള്ളാഹുവിന്റെ സുന്നത്താണ്. ഈ ഭിന്നത പൂർവ്വ സമുദായങ്ങളിൽ ഉണ്ടായതാണ്. ഈ ഭിന്നത ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. ഈ ഭിന്നതയുടെ കാരണം മതപരമായി ബാധിക്കുന്ന വിഷയമാണ്, കേവലം ഒരു സമുദായത്തിന്റെ പ്രശ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഠിപ്പിച്ചു. അബൂദാവൂദ്, ഇമാം തുർമുദി തുടങ്ങിയവർ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അൻ അബി നജീഹ് അൽ ഇർബാൽ ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു. ഇർബാൽ ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയാണ്, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഒരു വഅള് പറഞ്ഞു, ഒരു സതുപദേശം പറഞ്ഞു. വജിലത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങിപ്പോയി. വദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിപ്പോയി. അത്രയും തീവ്രമായ, അത്രയും വൈകാരികമായ, അത്രയും തീക്ഷ്ണമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കിയ ഒരു വഅള്, ഒരു ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. ഫഖുൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഉപദേശം കഴിഞ്ഞപ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇലതും മുവദ്ദിഇൻ, ഇതൊരു വിട പറഞ്ഞു പോകാൻ സമയത്ത്, മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ്, യാത്ര പറഞ്ഞു പിരിയുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ നൽകുന്ന ഉപദേശം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു റസൂലേ.
ഫഔസിനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും വസിയത്ത് ചെയ്തു തരണം. സഹാബികൾക്ക് ഈ വയല് കേട്ടപ്പോ സഹാബികൾക്ക് മനസ്സിലായി, ഇത് അള്ളാന്റെ റസൂല് യാത്ര പറയാണ്. അള്ളാന്റെ റസൂല് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് നടത്തുന്ന വയലാണ് എന്നവർക്ക് മനസ്സിലായി. അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങി, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവര് പറഞ്ഞു, പോരെ റസൂലെ, ഒരു വിട പറയുന്ന ആളുടെ വസിയത്ത് ഞങ്ങൾക്ക് ഇനിയും വേണം. ഖാൽ, അവിടുന്ന് വസിയത്ത് ചെയ്തു, ഊസീകും ബിതഖ്വല്ലാഹ്, പടച്ചവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. വസ്സംഇ വത്വാഅഹ് വഇന്ന തഅമ്മറ അലൈക്കും അബ്ദ്, ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവെങ്കിൽ, ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവെങ്കിൽ നിങ്ങൾ അയാളെക്കാൾ വലിയ കുലജാതനാകും, അയാളെക്കാൾ വലിയ ചറവാടിയാകും, അയാളെക്കാൾ വലിയ കുടുംബക്കാരനാകും. പക്ഷേ നിങ്ങളുടെ മേൽ അധികാരമുള്ളവൻ താഴ്ന്നവനായ ഒരു അടിമയാണെങ്കിൽ എങ്കിലും വസ്സംഇ വത്വാഅഹ്, അദ്ദേഹത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. മുസ്ലിം സമുദായത്തിന് വിട പറഞ്ഞു പോകും മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശം, നേതൃത്വത്തെ നിങ്ങൾ അനുസരിക്കണം, നേതൃത്വം പറയുന്നത് കേൾക്കണം, നേതൃത്വത്തെ തെറിവിളിക്കരുത്. ഇതാണ് ഭിന്നതയുടെ ഒന്നാമത്തെ തുടക്കം. കേരളത്തിലെ എല്ലാ മതസംഘടനകളെയും നിങ്ങൾ നോക്കിക്കോ, അവർ അവരുടെ നേതാക്കന്മാരെ തെറിവിളിക്കാൻ തുടങ്ങിയപ്പോ, നേതാക്കന്മാരെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോ, അവരുടെ പോരായ്മകളും ന്യൂനതകളും എണ്ണാൻ തുടങ്ങിയപ്പോ അവരാദ്യം ഭിന്നിച്ചുപോയി. അവരെ ഇടയിൽ ചേർത്ത് നിർത്താൻ പറ്റില്ല. അവര് പറയാണ്, അവർക്ക് ഈ നേതാക്കന്മാർക്ക് എന്താണ് ക്വാളിറ്റി. ഇപ്പോഴും ആളുകൾ പറയാണ്, ഇപ്പോഴും ഇത് സംസാരിക്കുന്ന ആളുകളെ കാണാം. നേതൃത്വത്തെ നോക്കിയിട്ട് ഇവർക്ക് ക്വാളിറ്റി ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണിത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ഞങ്ങളുടെ നേതാക്കന്മാർ അവരുടെ ഹക്ക് എടുക്കുകയും ഞങ്ങളുടെ അണികളുടെ ഹക്ക് തടയുകയും ചെയ്യുന്ന അനീതി നിറഞ്ഞവരാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം മാറ്റി നിന്നു, മറുപടി പറഞ്ഞില്ല. രണ്ടാമതും സഹാബി ചോദിച്ചു, റസൂലുള്ള മുഖം തിരിച്ചു. മൂന്നാമതും സഹാബി ചോദിച്ചു. അതിനിടയിൽ സഹാബികൾ പറഞ്ഞു, നോക്കൂ, റസൂലുള്ളാഹിക്ക് ആ ചോദ്യം ഇഷ്ടമാകുന്നില്ല, നീ നിർത്ത്. പക്ഷെ അപ്പോഴേക്കും അയാൾ മൂന്നാമത് ചോദിച്ചു കഴിഞ്ഞു. റസൂലുള്ള തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അസ്സംഉ വത്വാഅ, അനുസരിച്ചേ പറ്റൂ, കേട്ടേ പറ്റൂ, അവരോട് ചേർന്ന് നിന്നേ പറ്റൂ, അവരിൽ കുഫ്ർ കാണുന്നത് വരെ. മനസ്സിലായി? കുഫ്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധവിച്ഛേദനത്തിന് നമ്മളെ അനുവദിച്ച്. പച്ച കുഫ്ർ. ആ കുഫ്ർ കണ്ടാൽ പിന്നെ അയാളെ പിറകിൽ നിൽക്കണ്ട. കുഫ്ർ കണ്ടിട്ടാണോ നമ്മൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നമ്മുടെ ഇമാറത്തിനെ നമ്മൾ പിരിഞ്ഞു പോന്നത്? കുഫ്ർ കണ്ടിട്ടാണോ? അതിന് താഴെ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. ഇത് മതമാണ്. നമുക്കിഷ്ടമില്ലാത്ത പലതുണ്ടാവും, നമുക്കിഷ്ടമില്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാകും, അനീതി ഉണ്ടാകും, അവരുടെ ഭാഗത്തു നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാകും. പക്ഷേ റസൂലുള്ളാഹി പറയണ്ടേ, അവർ തിന്മ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ പിരിഞ്ഞേക്ക്. റസൂലുള്ളാഹി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അനീതി കണ്ടാൽ, ജനങ്ങളോട് പക്ഷപാതിത്വം കാണിക്കുന്നത് കണ്ടാൽ, തങ്ങളുടെ അധികാരത്തിന്റെ ആ സുഖം കൊണ്ട് അവർ വിലസുന്നത് കണ്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യണം റസൂലേ? അസ്സംഉ വത്വാഅ, കേട്ടേ പറ്റൂ, അനുസരിച്ചേ പറ്റൂ. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതാണ് ഭിന്നതയുടെ ഒന്നാമത്തെ കാരണം. മനസ്സിലാക്കണം, ഇതാണ് ഭിന്നതയുടെ ഒന്നാമത്തെ കാരണം. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ് വസ്സംഇ വത്വാഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദ്, ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവെങ്കിൽ, പൊള്ളാത്തവൻ, ആ കാലഘട്ടത്തിലെ താഴ്ന്നവൻ. അടിമയെ ഇസ്ലാം മോശമായി കണ്ടിട്ടില്ല, മനുഷ്യന് മോശമായി കണ്ടു. അതുകൊണ്ട് മനുഷ്യന്റെ കോൺസെപ്റ്റിൽ വെച്ച് റസൂലുള്ളാഹി സംസാരിക്കാണ്. അങ്ങനത്തെ ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവെങ്കിൽ പോലും തറവാടികളായ, കുലീനരായ, കുടുംബക്കാരായ, നേതാക്കന്മാരായ നിങ്ങൾ പോലും അനുസരിച്ചേ പറ്റൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ റസൂൽ പറഞ്ഞത് ഫഇന്നഹു മൻ യഅശു മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറ. ഫഇന്നഹു മൻ യഅശു മിൻകും, നിങ്ങളിൽ നിന്നൊരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നിങ്ങളിൽ ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറ, അവൻ കാണും ധാരാളം ഭിന്നതകൾ. റസൂലുള്ളാഹിക്ക് ശേഷം ഈ ഉമ്മത്തിൽ അവൻ കാണും. കക്ഷികളായി പോകുന്നവരെ കാണും, തർക്കത്തിലിരിക്കുന്നവരെ കാണും, ഡിബേറ്റ് ചെയ്യുന്നവരെ കാണും, കണ്ടാൽ മിണ്ടാത്തവരെ കാണും, സലാം ചൊല്ലാത്തവരെ കാണും, ചൊല്ലിയ സലാം മടക്കാത്തവരെ കാണും. അങ്ങനെ ഭിന്നിച്ച് 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 ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഭിന്നത അവർക്കിടയിൽ കാണാം. ആ സമയത്ത് നീ എന്ത് ചെയ്യണം? ആ സമയത്ത് നീ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, നീ എന്റെ സുന്നത്തിൽ നിൽക്കണം, നീ എന്റെ സുന്നത്തിന്റെ മേൽ നിലകൊള്ളണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീന അൽ മഹ്ദീൻ, അതുപോലെ തന്നെ സച്ചരിതരായ എന്റെ സ്വഹാബത്തിന്റെ സുന്നത്തിലും നിങ്ങൾ നിലകൊള്ളണം. അദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളത് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. മനുഷ്യന് കടിച്ചു പിടിക്കാൻ കഴിയുന്നതിലെ ഏറ്റവും മുറുക്കമുള്ള കടിച്ചു പിടിക്കൽ അണപ്പല്ലുകൊണ്ടാണ്. മേൽപ്പല്ലുകൊണ്ടവൻ കടിച്ച, വള്ളി വലിച്ചാൽ അല്ലെങ്കിൽ വസ്തു വലിച്ചാൽ ആ പല്ല് ചിലപ്പോൾ പോരും. പക്ഷേ അണപ്പല്ലുകൊണ്ട് കടിച്ചാൽ അത് പറിച്ചെടുക്കാൻ, വിടിയിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. റസൂലുള്ള പറഞ്ഞു അദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അണപ്പല്ലുകൊണ്ട് എന്റെ സുന്നത്ത്, എന്റെ സഹാബത്തിന്റെ സുന്നത്ത്, അത് നിങ്ങൾ മുറുകെ പിടിച്ചേക്കണം. വഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ കാര്യങ്ങൾ മതത്തിലേക്ക് കടന്നു വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, നിശ്ചയമായിട്ടും എല്ലാ ബിദ്അത്തുകളും വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ കാര്യം നമ്മൾ പാലിച്ചോ? നമ്മൾ ഐക്യത്തെപ്പറ്റി പറയുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ പാലിച്ചോ? നമ്മൾ നമ്മുടെ നേതൃത്വത്തെ കുഫർ കാണാതെ വിട്ടുപിരിഞ്ഞു പോന്നോ? ഓരോരുത്തരാലേക്ക് ഈ സമുദായത്തിലെ കക്ഷികളായി വേർപിരിഞ്ഞ് മാറി നിന്ന് പരസ്പരം കുറ്റപ്പെടുത്തി സമുദായത്തിന്റെ ഐക്യത്തെപ്പറ്റി സംസാരിക്കുന്നവരെ, നിങ്ങളുടെ ഇമാറത്തിനെ കുഫർ കാണാതെ നിങ്ങൾ വിട്ടുപോന്നോ? കുഫർ കാണാതെ വിട്ടുപോന്നോ? രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം, ഭിന്നതകൾ വന്നപ്പോ നിങ്ങൾ ചെയ്യേണ്ട പണി എന്തായിരുന്നു? നിങ്ങൾ മാറി നിന്ന് ഒരു സംഘത്തിലും ഞാനില്ല, ഒരു പാർട്ടിയിലും ഞാനില്ല, ഞാൻ നിഷ്പക്ഷനാണ്, എനിക്കെല്ലാം സമമാണ്, എനിക്കെല്ലാത്തിനോടും സമദൂര സിദ്ധാന്തമാണ് എന്ന് പറയാനാണോ റസൂലുള്ള പഠിപ്പിച്ചത്? ആ കക്ഷികളെപ്പറ്റി നിങ്ങൾ പഠിക്കണം, ആ പാർട്ടികളുടെ ആശയത്തെപ്പറ്റി നിങ്ങൾ പഠിക്കണം, ആ ഭിന്നതകളെപ്പറ്റി നിങ്ങൾ പഠിക്കണം. ഫഅലൈക്കും ബിസുന്നതി, എന്നിട്ട് എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച ആളുകളുടെ ഒപ്പം നിങ്ങൾ നിൽക്കണം. നിങ്ങൾക്ക് മേൽ എന്റെ സുന്നത്ത് ഉണ്ടാകണം. പിന്നെയോ വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീന അൽ മഹ്ദിയീൻ, സച്ചരിതരായ സഹാബത്ത് മുറുകെ പിടിച്ച സുന്നത്ത്. സഹാബികൾക്ക് പ്രത്യേകിച്ച് നബിന്ന് വ്യത്യസ്തമായ ഒരു സുന്നത്തില്ല. നബിന്റെ സുന്നത്ത് അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾ നിൽക്കണം, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെയോ അത് അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം, വിടരുത്. ആ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിച്ചോ? മതത്തിൽ പുതുതായി ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചു. മതപരമായ മസ്അലകൾ ചർച്ച ചെയ്യുമ്പോ നബിയിലേക്ക് മർഫൂ ആകുന്ന സ്വഹീഹായ സനദുണ്ടോ നമ്മൾ അന്വേഷിച്ചുവോ? ഈ ഷഅബാനിൽ വാശിയോടെ നമ്മൾ എടുത്തൊരു നോമ്പുണ്ട്. എന്താ? ബറാഅത്തിന്റെ നോമ്പ്, മെഹറാജിന്റെ നോമ്പ്. നിങ്ങൾ നോക്കൂ, ഈ നോമ്പ് ഏത് സമയത്താണെന്ന് അറിയുമോ? ശഅബാൻ 15. നോക്കൂ, മുസ്ലിം സമൂഹം എങ്ങനെ കക്ഷിയാകാതിരിക്കും, എങ്ങനെ ഭിന്നിക്കാതിരിക്കും, എങ്ങനെ അവർ ശത്രുക്കളാകാതിരിക്കും? ഈ ശഅബാൻ 15 അന്ന്, അറബി മാസം 15 ഒരു നോമ്പുണ്ട്, അയ്യാമുൽ ബീളിന്റെ നോമ്പ്. 2 നോമ്പ് ശഅബാൻ 15 ഒന്ന് അയ്യാമുൽ ബീളിന്റെ നോമ്പുണ്ട്, മറ്റൊന്ന് ശഅബാൻ ഈ ബറാഅത്തിന്റെ നോമ്പുണ്ട്. ഉമ്മത്തെടുത്തതാ ഞാൻ പറയുന്നത്, പ്രമാണല്ല. നിങ്ങൾ പരിശോധിക്കണ്ടേ? ഞങ്ങളെ പാർട്ടി പറഞ്ഞത് നോമ്പേതാ, ആ നോമ്പേ ഞങ്ങൾ എടുക്കൂ. ഞങ്ങളെ ഉസ്താദുമാര് പറഞ്ഞ നോമ്പേതാ, ആ നോമ്പേ ഞങ്ങൾ എടുക്കൂ.
അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു വഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ, കാര്യങ്ങളിൽ പുതുതായി ഉണ്ടായതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുതുതായി ഉണ്ടായ അനാചാരങ്ങളും ളലാലത്താണ്, വഴികേടാണ്. മുസ്ലിം ഉമ്മത്ത് എടുത്തത് ഏതാ? കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഇന്ന് ഈ മാസം ശഅബാൻ 15 ബറാഅത്തിന്റെ നോമ്പെടുത്തു. വളരെ ചുരുങ്ങിയ ആളുകൾ ശഅബാൻ 15 അയ്യാമുൽ ബിളിന്റെ നോമ്പെടുത്തു. അറബി മാസം, എല്ലാ അറബി മാസം 13, 14, 15 3 ദിവസത്തെ നോമ്പാണ് അയ്യാമുൽ ബിളിന്റെ നോമ്പ്. അത് ശഅബാൻ 15 ഉണ്ടാകും, പിന്നെ ശവ്വാൽ 15 ഉണ്ടാകും, റജബുൽ ഉണ്ടാകും, ദുൽഹജ്ജിൽ ഉണ്ടാവും, ദുൽഖഅദയിൽ ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. റമദാൻ ഒഴികെ ബാക്കി എല്ലാത്തിലും ഏതുണ്ട്? അയ്യാമുൽ ബീളിന്റെ പ്രത്യേക നോമ്പുണ്ട്. അയ്യാമുൽ ബീളിന്റെ പ്രത്യേകമായ നോമ്പുണ്ട്. അത് ശഅബാനിൽ അയ്യാമുൽ ബീളിന്റെ 3 നോമ്പെടുത്തപ്പോ ഒരു നോമ്പ്, അവസാനത്തെ നോമ്പ് ശഅബാൻ 15 വേറെ ചില ആളുകൾക്ക് ശഅബാൻ 15 ബറാഅത്തിന്റെ നോമ്പായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, മർഫൂ ആകുന്ന, നബിയിലേക്ക് മടങ്ങുന്ന സ്വഹീഹായ സനദുള്ള ഇതിലേത് നോമ്പിനാ? ഇതിലേത് നോമ്പിനാണ് സ്വഹീഹായ സനദുള്ളത്? ബറാഅത്തിന്റെ നോമ്പിന് സ്വഹീഹായ ഒരു സനദ് പോലുമില്ല. ഇമാമിങ്ങളിൽ ചില ആളുകൾ സ്വഹീഹായ സനദുണ്ട് എന്ന് വിചാരിച്ച് ഹദീസുകളിൽ വന്ന റാവിമാരെ പറ്റി അവർക്ക് കൃത്യമായ അറിവ് ചില ആളുകളെ പറ്റി ലഭിക്കാത്തതിനാൽ, എന്ത് ലഭിക്കാത്ത? ചില ആളുകൾ ചോദിക്കാം, ഇമാം ഷാഫിക്ക് റാവിനെ പറ്റി മനസ്സിലാകാത്തതാണോ പിന്നീടുള്ള ആൾക്ക് മനസ്സിലാവോ? നിങ്ങൾ ആലോചിക്കണം, മുസ്ലിം സമുദായത്തിന്റെ ചോദ്യം. ഇമാം ഷാഫിക്ക് മനസ്സിലാവാത്തതാണോ വേറെ ആൾക്ക് മനസ്സിലാവാന്നാ ചോദിക്കുന്നത്. എന്നാ പിന്നെ മദ്ഹബ് എന്തിനുണ്ടായത്? ഇമാം ഷാഫിയുമായ വിയോജിപ്പല്ലേ അഹ്മദ് ബിൻ ഹംബലിന്റെ ഹംബലി മദ്ഹബ് ഉണ്ടായത്? ഇമാം മാലിക്കുമായിട്ടുള്ള വിയോജിപ്പല്ലേ ഷാഫിഈ മദ്ഹബ് ഉണ്ടായത്? എന്താ ഇമാം മാലിക്കിന്റെ കാലത്ത് ഷാഫിഈ ഇമാം ചിന്തിച്ചോ? മാലിക്കിന് തിരിയാത്ത ഹദീസ് ലോകത്താർക്ക് തിരിയെന്ന് ചിന്തിച്ചോ? ഇല്ല. മാലിക്കിന്റെ തന്നെ വ്യത്യാസം വേണ്ട. ഷാഫിഈ മദ്ഹബ് നിങ്ങൾ പരിശോധിക്കൂ. ഖദീമായ ഖൗലും ജദീദായ ഖൗലും, 2 ഖൗലുണ്ടാവും ഇമാം ഷാഫിഈക്ക്. ഇമാം ഷാഫിഈക്ക് 2 ഖൗലുണ്ടാവും. കൂഫയിൽ താമസിച്ചപ്പോ ഇമാം ഷാഫിഈ ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ മസ്അലകളിൽ ലഭിച്ച ഹദീസുകൾ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ചില കർമ്മശാസ്ത്ര ഫത്വകൾ പുറപ്പെടുവിച്ചു. ഇറാഖിലേക്ക് പോയപ്പോ വേറെ നിവേദനങ്ങൾ കിട്ടി, അല്ലെങ്കിൽ താൻ അതുവരെ സ്വീകരിച്ച ഹദീസുകളിൽ ളുഅഫുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെ അദ്ദേഹത്തിന്റെ പുതിയ ബോധ്യത്തിനനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ ജദീദായ കൗല്, പുതിയ കൗല് അദ്ദേഹത്തിനുണ്ട്. അതാ ഷാഫിഈ മദ്ഹബിൽ ഖദീമായ കൗലും ജദീദായ കൗലും 2 കൗല് കാണാം. എന്നിട്ടാ ഇരുന്ന് ചോദിക്കുന്നത്, ഷാഫിഈ ഇമാമിന് അറിയാത്തത് പിന്നെ ലോകത്ത് വേറെ ആർക്കെങ്കിലും അറിയോ? ഷാഫിഈ ഇമാം നല്ല റാവിയായി കണ്ട ആളെ ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തെ നിരൂപണം ചെയ്തിട്ട് മോശമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെന്താ പ്രശ്നമുള്ളൂ? ഇമാം ഷാഫിഈ ഹദീസ് പണ്ഡിതന്മാര്, റാബിമാര്, നിവേദകന്മാര്, ആ നിവേദകന്മാരെ പരിശോധിക്കും. 5 ആളുണ്ടാകും, 3 ആളുണ്ടാകും, 4 ആളുണ്ടാകും. പരിശോധിക്കുമ്പോൾ അതിൽ ഒരാൾ മോശക്കാരനായിരിക്കും, ഹദീസ് സ്വീകരിക്കാനുള്ള യോഗ്യതയില്ലാത്ത, കള്ളം പറയുന്നവനോ ഒളിപ്പിച്ചു വെക്കുന്നവനോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇമാം ഷാഫിക്ക് അവനെ പറ്റി അന്വേഷിച്ചപ്പോ നല്ലത് മാത്രമേ കേട്ടുള്ളൂ. അത്രേ ഉള്ളൂ. മനസ്സിലാക്കിക്കോ, സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോ. നല്ലത് മാത്രമേ അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം ഹദീസ് സ്വഹീഹാണെന്ന് വിചാരിച്ചു. പക്ഷെ പിൽക്കാലത്ത് വന്ന മുഹദ്ദിസുകൾ അദ്ദേഹത്തെ പറ്റി വളരെ നികൃഷ്ടമായി അന്വേഷിക്കുകയും പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അവിടെയെല്ലാം പോയി അദ്ദേഹത്തെ പറ്റി കൃത്യമായി അവലോകനം ചെയ്തപ്പോൾ ചില കേന്ദ്രങ്ങളിൽ, സോഴ്സുകളിൽ നിന്ന് പിടികിട്ടി ഇവൻ ചൊവ്വില്ലാത്തവനാണ്. ഇങ്ങനെയാണ് ഹദീസ് ളഈഫാകുക. ഒരു ഇമാം സ്വഹീഹ് എന്ന് പറഞ്ഞത് വേറെ ഇമാം ളഈഫ് എന്ന് പറയേണ്ട കാരണം ഒരാൾക്ക് വിവരമില്ലാത്തത് വേറെ ആൾക്ക് വിവരം ഉണ്ടായതല്ല. റാവിനെ പറ്റിയിട്ട് ആദ്യത്തെ ആള് പരദൂഷണം കേട്ടില്ല, പരദൂഷണം എന്ന് പറഞ്ഞാൽ ദൂഷ്യം കേട്ടില്ല. 2ാമത്തെ ആൾ വ്യാപകമായി അന്വേഷിച്ചപ്പോ അവൻ കള്ളനാണെന്ന് പിടികിട്ടി. ഇതിലെന്താ അറിവിന്റെ പ്രശ്നം? ഇന്നാളെക്കാൾ ചെറുതാ ഇന്നാള് ഇമാം ഷാഫിഈ സ്വഹീഹാക്കിയത് ഇമാം നവവി ളഈഫാക്കിയിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിലുണ്ട്, ഇമാം നവവി ളഈഫാക്കിയിട്ടുണ്ട്. അപ്പൊ ഇമാം ഷാഫിഈനേലും വലുതായോ നവവി? ഇല്ല. ഒരു റാവിനെ പറ്റി അന്വേഷിച്ച വിവരം നോക്കൂ. വലിയ ഒരു റാവിയായി അറിയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു ഇമാം ബുഖാരിന്റെ കാലത്ത്.
വലിയ അയാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കായിരുന്നു. ഇമാം ബുഖാരി അയാളെ കാണാൻ പോയി, അയാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അയാൾ അന്വേഷിച്ചപ്പോ അയാൾ ആടുകളുമായി ഇന്ന കുന്നിന്റെ മുകളിൽ പോയിട്ടുണ്ട് ആടുകളെ തീറ്റിക്കുവാൻ എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി ആ കുന്ന് കയറി ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്താണ്? അയാൾ തന്റെ കയ്യിൽ ഒരു ഉണക്ക ഇല പോലും ഇല്ലാതെ ആടിനെ പറ്റിച്ചിട്ട് ഇങ്ങനെ ആടിനെ ഇല കാട്ടി വിളിക്കുന്നത് പോലെ ആടിന് ഇല കൊടുക്കാതെ അങ്ങനെ ആടിനെ പറ്റിച്ച് അയാൾ ഇങ്ങനെ കൊണ്ടുവരാണ്. ഇമാം ബുഖാരി പറഞ്ഞു, മൃഗത്തെ വഞ്ചിക്കുന്നവനിൽ നിന്ന് ഞാൻ ഹദീസ് സ്വീകരിക്കൂല. ഇത് ഇമാം ഷാഫി അറിയണമെന്നുണ്ടോ? ഇയാൾ കുന്നിന്റെ പുറത്ത് പോയാൽ മൃഗത്തിനോട് കാണിക്കുന്നത് മര്യാദക്കേടാണെന്ന് ഇമാം ഷാഫി അറിയണമെന്നുണ്ടോ? അത് ഇമാം ബുഖാരി അറിഞ്ഞു. എന്തുകൊണ്ട്? അയാളെ പുറകെ പോയി അയാളെ പറ്റി പഠിക്കാൻ നിന്നപ്പോ അറിഞ്ഞു. ഇങ്ങനെയാണ് സ്വഹീഹ്, ഇങ്ങനെയാണ് ലഈഫ്, ഓരോരുത്തരുടെ ന്യൂനതകൾ കണ്ടെത്താ. ഇമാം ഷാഫിഈ അദ്ദേഹം സ്വഹീഹാണ് എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പൊ തെളിവ്. ബറാഅത്ത് നോമ്പിന് ഹദീസിന്റെ സനദ് ലഈഫാണെന്ന് പറഞ്ഞത് മറ്റ് ഷാഫിഈ പണ്ഡിതന്മാര് തന്നെയാണ്, മറ്റു മുഹദ്ദിസുകൾ തന്നെയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ആ നോമ്പ് കൃത്യമാണ്, ഒരാളും തള്ളിപ്പറഞ്ഞില്ല. സ്വഹീഹായ സനദാണ്, ഒരു സനദല്ല, നിരവധി സനദിലൂടെ റസൂലുള്ളാഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നമ്മൾ സുന്നത്തായ ഒരു നോമ്പ് മാറ്റിവെച്ചിട്ട് ബിദ്അത്തായ ഈ ബറാഅത്തിന്റെ നോമ്പെടുത്തു. വഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ, കാര്യങ്ങളിൽ പുതുതായി ഉണ്ടായതിനെ നിങ്ങൾ സ്വീകരിക്കരുത്. വഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുതിയ കാര്യങ്ങളും വഴികേടാണ് റസൂലുള്ളാഹി പറഞ്ഞു. ഭിന്നത ഒഴിവാക്കാൻ സമുദായ അംഗങ്ങളുടെ മീറ്റിംഗ് കൂടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു സമുദായത്തിന്റെ ബാഹ്യമായ ഐക്യം ശരിയാക്കാം, അത് ആവശ്യമാണ്, നല്ല കാര്യമാണ്, ശരിയാക്കുക. പക്ഷേ വൈജ്ഞാനികമായ ദീനിയായ പ്രശ്നം തീർക്കണമെങ്കിൽ ആ എല്ലാവരും സഹാബത്ത് എങ്ങനെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം. ഓരോരുത്തരും തോന്നിയ പോലെ മനസ്സിലാക്കിയാൽ ഭിന്നത മാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, റമളാനിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക്, നിർധനരായിട്ടുള്ള മുസ്ലിമീങ്ങൾക്ക്, നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു കിറ്റ് കൊടുക്കുകയാണ്. ഒരു മാസം അവർക്ക് വേണ്ടുന്ന അത്താഴത്തിനും നോമ്പ് തുറക്കും വേണ്ടുന്ന ഭക്ഷണം അടങ്ങുന്ന ഒരു കിറ്റാണ്. എല്ലാ തവണയും നമ്മുടെ പള്ളിയിൽ നിന്ന് കൊടുക്കാറുണ്ട്. 1500 രൂപയാണ് ഒരു കിറ്റിന്. നിങ്ങളുടെ നോമ്പുകൾ കടമുണ്ടെങ്കിൽ ആ കടം അതിൻ്റെ ഫിദിയയായിട്ട് നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ്. റമളാന് മുമ്പ് അത് ഫിദിയ കൊടുത്ത് തീർക്കണം എങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ അത് കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ നിങ്ങളെ ഫിദിയ വീടി. നിങ്ങളെ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾക്ക് കടമുണ്ടോ? നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊല്ലത്തിലൊരിക്കൽ ഒരു 1500 രൂപ എൻ്റെ ഉമ്മാൻ്റെ കടള്ള നോമ്പിലേക്ക്, എൻ്റെ വാപ്പാൻ്റെ കടള്ള നോമ്പിലേക്ക് ഫിദിയ എന്ന നെയ്യത്തോടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ മരിക്കണവരത് കൊടുത്താൽ അവരെ നോമ്പിൻ്റെ കടവും വീടും. അള്ളാഹു സുബ്ഹാനഹു തആല അതിനവർക്ക് വലിയ പ്രതിഫലവും കൊടുക്കും. ഇനി അതൊക്കെ തന്നെ മരണപ്പെട്ടു പോയ ഉമ്മാക്കും വാപ്പക്കും നമുക്ക് ചെയ്യാനുണ്ടാവൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി എല്ലാ റമളാനിലും എനിക്ക് കടയില്ല, എനിക്ക് ഫിദിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിക്കാതെ ഈ പറഞ്ഞ ബന്ധുമിത്രാദികളുടെ ഫിദിയായിട്ട് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു മാസം അവർ അത്താഴത്തിനും അവരുടെ ഈ നോമ്പ് തുറക്കൊക്കെ ഉള്ള വിഭവം കൊടുക്കുക എന്നത് പറഞ്ഞാൽ ഒരു മാസം അവന്റെ പേരിലെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാം ആ ഫിദിയയിലേക്ക് അല്ലെങ്കിൽ ആ സംരംഭത്തിലേക്ക് 1500 രൂപ കൊടുക്കാൻ കഴിവുള്ള എല്ലാവരും അതിലേക്ക് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. മറ്റൊരു കാര്യം, ഒരു ചോദ്യം ലഭിച്ചിരുന്ന ഖുതുബയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അത് ഹവാരികൾ, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഹവാരികൾ, റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ പോലെ ആ ഹവാരികൾ ഈസാ നബിയെ സഹായിച്ചവരാണല്ലോ. ഏതോ ഒരു ഖുതുബയിൽ ഞാൻ ആ ഹവാരികളെ പറ്റി നരകത്തിലെ പട്ടികളാണ് എന്ന് പറഞ്ഞു എന്നൊരു തെറ്റിദ്ധാരണയാണ്. അത് ഹവാരികളല്ല, ഖവാരിജുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ശരിക്കും വേറിട്ട് മനസ്സിലാക്കുക. ഹവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശിഷ്യന്മാരാണ്, അഥവാ റസൂലുള്ളാഹിന്റെ സഹാബികൾ പോലെ. അവർ പുണ്യവാളന്മാരാണ്, അവർ നന്മയുള്ള ആളുകളാണ്, സ്വർഗത്തിൻ്റെ ആളുകളാണ്. അള്ളാഹുവിൻ്റെ അൻസാറുകളായിട്ടാണ് ഖുർആൻ അവരെ പറ്റി പഠിപ്പിച്ചത്. അവരോട് അള്ളാഹു ചോദിച്ചു,
നിങ്ങൾ പടച്ചവനെ സഹായിക്കാനുണ്ടോ? കാലൽ ഹവാരിയൂനു നഹ്നു അൻസാറുല്ലാഹ്. ആ സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. ഈസാ നബിക്ക് അവർ മറുപടി കൊടുത്തു. അവരെ അള്ളാഹു സുബ്ഹാനഹു തആല സദ്വൃത്തന്മാരായിട്ട് പഠിപ്പിച്ചു. എന്നാൽ ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒന്ന് ഖവാരിജ്, മറ്റൊന്ന് ഹവാരി. രണ്ടും രണ്ടാണ്. ചിലപ്പോൾ തെറ്റിയിട്ട് മനസ്സിലായതാവും. അത് ആ ഖവാരിജുകളെ പറ്റിയിട്ട് അൽ ഖവാരിജു കിലാബുന്നാർ, നരകത്തിലെ പട്ടികളാണ് എന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ സനദിനെ പറ്റിയിട്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയൊക്കെ ലൊഈഫൻ ജിദ്ദ, അത് ദുർബലമായിട്ടുള്ള, അങ്ങേയറ്റം ദുർബലമായ ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം തുർമുദിയെ പോലെയുള്ള ആളുകൾ ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ പറഞ്ഞ വിഭാഗം ഖവാരിജുകൾ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ കടന്നു വരുന്ന പിഴച്ച കക്ഷിയെ പറ്റിയിട്ടാണ് എന്ന് സൂചിപ്പിക്കാണ്. അത് ഈസാ നബിയുടെ ശിഷ്യന്മാരായ ഹവാരികളല്ല. പേരിന്റെ ഒരു സാമ്യം പെട്ടെന്ന് മനസ്സിലാകാതെ തെറ്റിദ്ധരിച്ചതാകും. അള്ളാഹു സുബ്ഹാനഹു തആല ഏതായാലും അത്തരം സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനുമുള്ള നമ്മുടെ ഈമാനികമായ ആവേശം വർദ്ധിപ്പിക്കുകയും സത്യം മനസ്സിലാക്കി സത്യത്തെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ഒരു സഹോദരി ഹോസ്പിറ്റലിലായിരുന്നു. അവരുടെ വലിയൊരു ഓപ്പറേഷൻ നടക്കുന്ന വിവരം നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ കുടുംബാദികൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ഈ അടുത്ത ദിവസം അവർ വിളിച്ചിരുന്നു. ആ ഓപ്പറേഷന് ശേഷം, സർജറിക്ക് ശേഷം അവർ കോമയിലായിപ്പോയി. അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ഇത്തരം പ്രതിസന്ധികളുള്ള ആളുകളെ പിന്നീട് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് റബ്ബ് കൂട്ടിക്കൊണ്ടുവന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറുപ്പമാണ്, ചെറിയ മക്കളുള്ള ഒരു സഹോദരിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിലേക്ക്, അള്ളാഹു സാധാരണ ജീവിതത്തിലേക്ക്, സന്തോഷമുള്ള ആഫിയത്തുള്ള ജീവിതത്തിലേക്ക് അള്ളാഹു അവരെ തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു അവരെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാം മാരക രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർഭരണങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.